ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ യേശു ക്രിസ്തു നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് അവനെ വിട്ടുമാറി. പിന്നീട് പലപ്പോഴായി ദൈവം മനുഷ്യരോടുകൂടെ വസിപ്പാൻ ആഗ്രഹിച്ചു. തൻ്റെ സാന്നിധ്യത്താൽ, തൻ്റെ തേജസ്സിനാൽ മനുഷ്യർക്ക് വെളിപ്പെടുകയും പലരെയും ആ തേജസ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്തത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ആ നഷ്ടം. അതുവരെ ദൈവ തേജസ് എന്ന വസ്ത്രം ഉടുത്തിരുന്ന, ദൈവ തേജസ്സിനാൽ ചുറ്റപ്പെട്ടിരുന്ന ആദമും ഹവയും പാപം ചെയ്തപ്പോൾ അവർ നഗ്നരാണെന്ന് തിരിച്ചറിയുകയും തങ്ങള് ദൈവ തേജസ് അവരെ വിട്ടുമാറിയതായിട്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് അവരെ ഓടി ഒളിച്ചു ഭയപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അന്ന് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിനെ തിരികെ തരുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്നും നാം ചിന്തിച്ചു. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ആദാമിൽ നിന്ന് ജനിച്ചവരെല്ലാവരും തന്നെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് നാം വായിക്കുന്നു. ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്നാൽ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില്, എബ്രായർ 2:10, സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് വഴി നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും കഷ്ടം അനുഭവിച്ചതുമൊക്കെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് വഴി നടത്തുവാനായിട്ടാണ്. ഞാൻ പറഞ്ഞു, ആദം ഹവയും പാപം ചെയ്തു. ഏദനിൽ വെച്ച് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിനെ തിരികെ തരുവാൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് വഴി നടത്തുവാനായിട്ട് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, ഇൻ ഹും എവ്രിതിങ് എക്സിസ്റ്റ് ആൻഡ് ത്രൂ ഹും എവ്രിതിങ് എക്സിസ്റ്റ്. ആര് മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടുവോ, ആര് മുഖാന്തരം സകലവും നിലനിൽക്കുന്നുവോ, ആർക്കു വേണ്ടി സകലവും സൃഷ്ടിക്കപ്പെട്ടുവോ, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നഷ്ടപ്പെട്ടു പോയ തേജസ് തിരികെ തരുവാൻ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് വഴി നടത്തുവാൻ. ഇംഗ്ലീഷ് വേദപുസ്തകത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, NIV വായിക്കുന്നു, ഇൻ ബ്രിങ്ങിങ് മെനി സൺസ് ടു ഗ്ലോറി. മറ്റൊരു പരിഭാഷയിൽ ഇൻ ബ്രിങ്ങിങ് മെനി ചിൽഡ്രൻ ടു ഗ്ലോറി. ഇറ്റ് വാസ് ഫിറ്റിംഗ് ദാറ്റ് ഗോഡ് ഫോർ ഹും and through whom everything exists should make the pioneer or the captain of our salvation perfect through what he suffered. അവരുടെ രക്ഷാനായകനെ പൈനിയർ ഓർ ദ ഫൗണ്ടർ ഓർ ദ ക്യാപ്റ്റൻ ഓഫ് ദ സാൽവേഷൻ. അപ്പോ നമ്മെ രക്ഷയിലേക്ക് വഴി നടത്തുന്ന, നമ്മെ തേജസ്സിലേക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് തിരികെ തരുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ടാണ് കഷ്ടം അനുഭവിച്ചതെന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അതായത് അനേകരെ തേജസ്സിലേക്ക് കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടു പോയ തേജസ് തിരികെ തരുവാനായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ യാഗമായി തീർന്നത് കൊണ്ട് നാം ഇപ്പോൾ തന്നെ ആ തേജസ്സിന് അവകാശികളാണ്. ഇപ്പോൾ തന്നെ നാം തേജസ്സിന് അവകാശം. അവസാനമായി നാം ആ തേജസ് പൂർണ്ണ നിലയിൽ പ്രാപിക്കുമെങ്കിലും ഇപ്പോൾ തന്നെ നാം ആ തേജസ്സിന് അവകാശികളാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വാക്യം വളരെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു എന്ന് 3-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. മൂടുപടം നീങ്ങിയ മുഖത്ത് എന്ന് പറയുമ്പോൾ
അവിടെ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി 40 രാവും 40 പകലും കർത്താവിനോടുകൂടെ ആയിരുന്നു. മോശയുടെ മുഖം കർത്താവിന്റെ തേജസ്സിനാൽ പ്രകാശിച്ചു. മോശ താഴെ ഇറങ്ങി ജനത്തിന്റെ ഇടയിലേക്ക് വന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിക്കുന്നത് ഇസ്രായേൽ മക്കൾ കണ്ടു. അവർക്ക് മോശയുടെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് മോശ ഒരു മൂടുപടം ഇട്ടുകൊണ്ടാണ് അവരുടെ ഇടയിൽ പിന്നെ ഇരുന്നതും സഞ്ചരിച്ചതുമൊക്കെ. അപ്പോ കാരണം മോശയുടെ മുഖം ദൈവ തേജസ്സിനാൽ പ്രകാശിക്കുന്ന മുഖമായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് എ ഫെയ്ഡിങ് ഗ്ലോറി. അത് മാറിപ്പോകുന്ന ഒരു തേജസ്സായിരുന്നു. മോശയുടെ മുഖം എപ്പോഴും അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരുന്നില്ല. അത് ക്രമേണ മങ്ങി 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 ആ തേജസ് കുറഞ്ഞു വന്നു. എന്നാൽ തേജസ് ഉള്ളപ്പം ആ മുഖത്ത് മൂടുപടം ഇട്ടിരുന്നതായിട്ട് നാം വായിക്കുന്നു. അതിനെ ഒരു സാദൃശ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മോശ ന്യായപ്രമാണം സ്വീകരിക്കാനായിട്ടാണ് പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ മോശയ്ക്ക് ദൈവ തേജസ് മോശയുടെ മുഖത്ത് പ്രകാശിച്ച് ലഭിച്ച ന്യായപ്രമാണവുമായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളുമായിട്ട് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ ആ ന്യായപ്രമാണം അനുസരിക്കാതെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് അവരുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോയി. മോശ മൂടുപടമിട്ടു. കാരണം ന്യായപ്രമാണത്തിന് ആ ദൈവ തേജസ് അവരുടെ ഇടയിൽ നിലനിർത്തുവാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ക്ലാസ്സിലും നാം ചിന്തിച്ചതാണ്, ന്യായപ്രമാണം അനുസരിക്കുവാനുള്ള ഒരു കഴിവ് അവർക്കില്ലായിരുന്നു. ചെയ്യരുതെന്ന് മാത്രം, വിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, അരുത് എന്ന് മാത്രം ന്യായപ്രമാണം പറഞ്ഞിരുന്നെങ്കിലും ആ അരുതാത്തത് ചെയ്യുവാൻ അവർ പലപ്പോഴും പ്രിയപ്പെട്ടത് കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ദൈവ തേജസ് നീങ്ങിപ്പോയി. അത് ഒരു സാദൃശ്യമായി ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്, മോശയുടെ മൂടുപടം. ആ മൂടുപടം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു. 15-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 3:15, 14 തൊട്ട് വായിക്കാം. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. എന്നാൽ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം വായിച്ച് ന്യായപ്രമാണം അനുസരിച്ച് രക്ഷ പ്രാപിക്കാമെന്ന് അവർ ചിന്തിക്കുമ്പോൾ ഒരു മൂടുപടം അവിടെ കിടക്കുക. കാരണം ന്യായപ്രമാണത്തിന് അവരെ വിടുവിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് there is a veil in between them. കാര്യം ദൈവത്തിന്റെ ന്യായപ്രമാണം അവർക്ക് അനുസരിക്കാനായിട്ട് കഴിയുന്നില്ല. അവർ ഹൃദയത്തിൽ ഒരു മൂടുപടം ഉണ്ടായി. ഇവിടെ പറയുന്നു, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇനിയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. എന്നാൽ 16-ാമത്തെ വാക്യം എന്താ പറയുന്നത്? കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. When you turn to the Lord Jesus Christ, the veil will be removed. ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹൃദയത്തിൽ ആ മൂടുപടം അവിടെ കിടക്കാറ്. എന്നാൽ കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ ആ അനുസരിക്കുവാൻ കഴിയാതിരിക്കുന്ന, അത് തടസ്സപ്പെടുത്തുന്ന ആ മൂടുപടം നീങ്ങിപ്പോകും. കാരണം എന്താണ്? കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ മേലൊരു വിജയം, ഒരു ഫ്രീഡം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അവർക്ക് ആ ന്യായപ്രമാണം അനുസരിക്കുവാൻ കഴിയാതിരുന്ന ആ അടിമത്തത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്നു. അതാ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ അവന്റെ തേജസ് അവരുടെ മേൽ പ്രകാശിച്ച് അവർക്ക് ന്യായപ്രമാണം അനുസരിക്കുവാൻ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ അവർക്കെന്നല്ല നമുക്കേവർക്കും കഴിവ് കിട്ടുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ആ ന്യായപ്രമാണത്തിന്റെ മൂടുപടം നീങ്ങിയ മുഖത്ത്, അതായത് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ മുഖത്ത്. 18-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 3:18, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ മുഖത്ത്, മൂടുപടം നീങ്ങിയ മുഖത്ത്. ആ മൂടുപടം നീങ്ങിപ്പോയി. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോയി. ആ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിങ്കിലേക്ക് തിരിയുന്ന വ്യക്തിക്ക്, കർത്താവിനെ ധ്യാനിക്കുന്ന, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന വ്യക്തിക്ക് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിപ്പിക്കുവാനായിട്ട് കഴിയും. സൂര്യന്റെ പ്രകാശം ചന്ദ്രൻ പ്രതിബിംബിപ്പിക്കുന്നത് പോലെ, റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ ദൈവ തേജസ്സിനെ പ്രതിബിംബിപ്പിക്കുന്നവരായിരിക്കണം ഓരോ വിശ്വാസി. അപ്പൊ കർത്താവിങ്കിലേക്ക് അവൻ എത്രത്തോളം തിരിയുന്നോ, എത്രത്തോളം കർത്താവിങ്കിലേക്ക് അടുത്ത് വരുന്നോ, ആ ദൈവ തേജസ് അവന്റെ മേൽ പ്രകാശിക്കും.
എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവ തേജസ്സും നിന്റെ മേൽ പ്രകാശിക്കും. അപ്പൊ കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ സ്വാതന്ത്ര്യം വരും. ദൈവ തേജസ് പ്രകാശിക്കും. പ്രകാശിച്ചിട്ട് പറയുകയാണ്, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. ഒരു ഇന്നലെ പ്രകാശിച്ചതിൽ കൂടുതൽ ഇന്ന് ഒരു ദൈവ പൈതല് പ്രകാശിക്കും. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ആരെ പോലെ ആയിത്തീരുമെന്നാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്ന് അവിടെ പറയും. അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഉദ്ദേശം, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം നാമൊക്കെയും ദൈവത്തിന്റെ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചു, ആ തേജസ് കണ്ട സാക്ഷികളായിരുന്നു അപ്പോസ്തലന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ. അവര് മറുരൂപമലയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ് അവൻ രൂപാന്തരപ്പെട്ട നിലയിൽ ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധം അവന്റെ വസ്ത്രം വെണ്മയായി തിളങ്ങി എന്ന് നാം അവിടെ വായിക്കുന്നു, മറുരൂപമലയിലെ അനുഭവത്തെക്കുറിച്ച്. അങ്ങനെ കാണുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, ദൈവ തേജസ്സിൽ നിന്ന് ശബ്ദമുണ്ടായി. അതുകൊണ്ടാണ് പത്രോസ് പിന്നീട് തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ പറയുന്നത്, ഞങ്ങള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ മഹത്വവും ഒക്കെ നിങ്ങളോട് അറിയിച്ചത് ആരെങ്കിലും പറഞ്ഞ കെട്ടുകഥകൾ കേട്ടുകൊണ്ടൊന്നും അല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നതുകൊണ്ട്. യോഹന്നാൻ അതാ പറയുന്നത്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതും അത് തന്നെയാണ്. നമ്മൾ ആ തേജസ് കണ്ടെങ്കിൽ മാത്രമേ, ആ തേജസ്സിന്റെ കണ്ടെങ്കിൽ മാത്രമേ, ആ അനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ അവന്റെ മഹിമ വിളംബരം ചെയ്യുന്ന സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. സാധു സുന്ദർ സിംഗ് ആ തേജസ് കണ്ടു. അപ്പോസ്തലനായ പൗലോസ് ശൗല ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആ തേജസ് കണ്ടു. ആ തേജസ് കാണുന്നത് അതൊരു പ്രത്യേക അനുഭവമാണ്. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ തേജസ് നമ്മുടെ മേൽ പ്രകാശിക്കും. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ പാപത്തിന്റെ മേൽ ഒരു വിടുതല്, സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. അതാണ് പറയുന്നത്. ആ തേജസ് ലഭിക്കാനുള്ള ഒന്നാമത്തെ പടി എങ്ങനെയാണ്? ഹൗ ക്യാൻ വി ടേൺ ടു ഗോഡ്? എങ്ങനെയാണ് കർത്താവിങ്കിലേക്ക് തിരിയുവാനായിട്ട് നമുക്ക് കഴിയുന്നത്? യോഹന്നാന്റെ ഈ 1-ാം അധ്യായം തന്നെ വളരെ ആഴമേറിയ സത്യങ്ങൾ ഉൾക്കൊണ്ടത്. എങ്ങനെയാണ് തിരിയാനായിട്ട് കഴിയുന്നത്? യോഹന്നാൻ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോ കർത്താവിങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ഹിം, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കും. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ തേജസ് ലഭിക്കണമെങ്കിൽ, നമുക്ക് ദൈവ തേജസ് ലഭിക്കണമെങ്കിൽ അവനെ കൈക്കൊള്ളണം, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം. യേശുക്രിസ്തുവിങ്കിലേക്ക് തിരിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ തേജസ് ലഭിക്കും, മൂടുപടമൊക്കെ നീങ്ങിപ്പോകും. ഇവിടെ യോഹന്നാൻ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അനുവാദം കൊടുത്തെന്നല്ല പറയുന്നത്, പിന്നെന്താ? അധികാരം കൊടുത്തു. അപ്പോൾ ഒരു അധികാരം നമുക്ക് ലഭിക്കുകയാണ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട്. എന്നിട്ട് പറയുന്നു, ആ ദൈവ മക്കളാകുക എന്നൊരു കാര്യം അവിടെ പറയും. ദൈവ മക്കൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അതോറിറ്റി. അതൊരു ദൈവത്തിങ്കൽ നിന്ന് ലഭിക്കുന്ന ഒരു അധികാരമാണ്, ഒരു അവകാശമാണ്. ഇറ്റ്സ് മോർ ദാൻ എ പൊസഷൻ, ഇറ്റ്സ് ആൻ അതോറിറ്റി. ദൈവ മക്കൾക്കൊരു അധികാരമുണ്ട്. കർത്താവ് പറഞ്ഞു, പിശാചിനെയും അവന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഒരു അധികാരം ദൈവമക്കളായി തീരുമ്പോൾ ഒരു അധികാരം ലഭിക്കുക. എന്നിട്ട് പറയുകയാണ് എങ്ങനെ ദൈവമക്കളായി തീരുന്നത്. 13-ാമത്തെ വാക്യം, അവർ ദൈവമക്കളായി തീരുന്നത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിക്കും. മക്കളായി തീരണമെങ്കിൽ അതിനെന്തോ വേണം? ഒരു ജനനം ആവശ്യമാണ്. വി നീഡ് ടു ബോൺ ഇൻ എ ഫാമിലി. ദൈവത്തിന്റെ ഭവനത്തിൽ നാം ജനിക്കണം, എങ്കിലേ നമുക്ക് മക്കളായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഇപ്പം വി ഹാവ് എ ഫിസിക്കൽ ബർത്ത് ഓർ എ നാച്ചുറൽ ബർത്ത്. ഇപ്പം നമുക്കൊരു ഭൗതിക ജനനമുണ്ട്.
അല്ലേ? ആ ഭൗതിക ജന്മം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ച ജന്മമാണ്. അപ്പോസ്തലൻ യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തു നിക്കോദിമോസിനോട് പറയുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ. നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവിനെ ഒത്തിരി റബി, നീ ചെയ്യുന്ന അടയാളങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നീ ഉപദേഷ്ടാവായിട്ട് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ ഈ അടയാളങ്ങളൊന്നും ചെയ്യുവാനായിട്ട് നിനക്ക് കഴിയുകയില്ല എന്ന് നിക്കോദിമോസ് യേശുവിനോട് പറയുമ്പോൾ യേശു വലിയ മുഖവരെ ഒന്നും കൂടാതെ നിക്കോദിമോസിനോട് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നിക്കോദിമോസിന്റെ നാച്ചുറൽ ഡൗട്ട്, സ്വാഭാവികമായ സംശയം, ഇനിയിപ്പോ എങ്ങനെ ജനിക്കുന്ന? വൃദ്ധനായ ശേഷം ഒരുപക്ഷെ നിക്കോദിമോസിന് നല്ല പ്രായം കാണുമായിരിക്കും അന്നേരം, അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും പ്രായമായി ഞാൻ ഇനി എങ്ങനെയാണ്, ഹൗ ക്യാൻ ഐ ബി ബോൺ അഗെയിൻ, എനിക്ക് വീണ്ടും എങ്ങനെ ജനിക്കാനായിട്ട് കഴിയുമെന്ന് ചോദിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് കർത്താവ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അപ്പൊ ദൈവ മക്കളായി തീരണമെങ്കിൽ എന്തോ വേണം? ദൈവത്തിൽ നിന്ന് ജനിക്കണം. രക്തത്തിൽ നിന്നല്ല, ജഡത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർക്ക് ദൈവം ഒരു പ്രത്യേക അധികാരം കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവർ കർത്താവിങ്കിലേക്ക് തിരിയുന്നത്. അങ്ങനെയാണ് അവർ തേജസ്സിലേക്ക് വഴി നടത്തപ്പെടുന്നത്. അപ്പൊ തേജസ്സിലേക്ക് വഴി നടത്തപ്പെടാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് ദൈവമക്കളായി തീരുക എന്നുള്ളതാണ്. ദൈവമക്കളായി തീരുമ്പോഴാണ് തേജസ്സിലേക്ക് വഴി നടത്തപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കണമെങ്കിൽ യോഹന്നാന്റെ ലേഖനവും ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഇനിയും അതിനു മുമ്പ് തന്നെ പറയട്ടെ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, നമ്മൾ ദൈവമക്കളായി തീരുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരുടെ മക്കളാ? പിശാചിന്റെ മക്കളാ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് 8-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം യേശു യഹൂദന്മാരോട് പറയുകയാണ്. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാഞ്ഞത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായിക കൊണ്ടത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരുടെ മക്കളാ? പിശാചിന്റെ മക്കളാ. കാരണം ജഡത്താലുള്ള ജനനം, ജഡത്തിൽ നിന്നുള്ള ജനനം, രക്തത്തിൽ. അതുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1:13 പറയുന്നത്, രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചു. അപ്പോ ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവരെല്ലാം പിശാചിന്റെ മക്കളാണ്. അവർ പിശാചിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇഷ്ടപ്പെടുന്നവർ. നമുക്ക് പലപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തൊരു സത്യമാണ്, രക്ഷിക്കപ്പെടാത്തവരെല്ലാം പിശാചിന്റെ മക്കളാണെന്ന് പറയുന്നത്. അങ്ങനെ അടച്ചു പറയാൻ പറ്റുമോ? എല്ലാവരും പിശാചിന്റെ മക്കളാണോ? ദൈവമക്കളാകുവാൻ ഒരു അധികാരം ലഭിക്കുക. വി റിസീവ് an authority to become children of God when we accept Jesus Christ as our Savior and Lord. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ദൈവമക്കളായി തീരുവാനുള്ള അധികാരം നമുക്ക് ലഭിക്കുക. എന്ന് പറഞ്ഞാൽ പിശാചിന് ഇനി നമ്മുടെ മേൽ യാതൊരു അധികാരവും ഇല്ല. there is no claim at all. പിശാചിന് അവരെ തൊടുവാൻ ഇനിയും അധികാരമില്ല. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ചോ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ ദുഷ്ടന് തൊടുവാൻ കഴിയത്തില്ല. കാരണം
അവന് ദൈവമക്കൾ എന്നുള്ള ഒരു അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ അധികാരമുള്ള ഒരു വ്യക്തിയെയും പിശാചിന് തൊടുവാൻ കഴിയത്തില്ല. അല്ലെ, ദൈവത്തിൽ നിന്ന് ജനിച്ചില്ലെങ്കിൽ പിശാച് അവനെ തൊടുക മാത്രമല്ല, ഇഷ്ടമുള്ളിടത്തൊക്കെ കൂട്ടിക്കൊണ്ട് പോകും, അവസാനം നാശത്തിലേക്ക് കൊണ്ട് അവസാനിപ്പിക്കും. ഇവിടെ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ള വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമല്ല, യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം എടുത്താട്ടെ. യോഹന്നാന്റെ, ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷവും ലേഖനവും കൂടെ ചേർത്ത് പഠിച്ചെങ്കിലേ നമുക്ക് ആ സത്യങ്ങളെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കൊരു ഫിസിക്കൽ ബർത്ത് ഉള്ളതുപോലെ തന്നെ നമുക്കൊരു സ്പിരിച്വൽ ബർത്ത് ഉണ്ടാകണം. ഫിസിക്കൽ ബർത്ത് എന്ന് പറയും നമ്മുടെ ഒന്നാമത്തെ ജനനമാണ്. അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ജനനമാണ്. എന്നാൽ രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് ഒരു ആത്മീക ജനനമാണ്. ഒന്നാമത്തെ ജനനത്തിന് ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ജനനത്തിന് ഒരു അപ്പനും അമ്മയും ഉണ്ട്. അത് നമുക്ക് പഠിക്കണമെങ്കിൽ 1 യോഹന്നാൻ 3:2 അവിടെ നാം ആ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ള ആസ്പെക്ട് കുറച്ചുകൂടെ വിശദമായിട്ട് നാം ചിന്തിക്കുകയാണ്. 1 യോഹന്നാൻ 3:2 പറയുന്നത്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നൗ വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ബിക്കോസ് നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ദൈവമക്കളാണ്. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് അതുകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. അപ്പൊ ദൈവമക്കൾ എന്നുള്ള ദൈവമക്കൾക്കാണ് എന്തുവാ പൂർണ്ണ തേജസ്സിലേക്ക് വഴി നടത്തപ്പെടുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനുള്ള അധികാരം ദൈവമക്കൾക്ക് ദൈവം നൽകി തന്നിരിക്കുക. അവനെ കാണുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും. ഇനിയും 9-ാമത്തെ വാക്യം വായിച്ചാട്ടോ. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. 10-ാമത്തെ, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അവിടെ എല്ലാം യോഹന്നാൻ പറയുക, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ നമ്മൾ ദൈവമക്കളാകുന്നു. അപ്പൊ അതെല്ലാം തന്നെ യോഹന്നാൻ ബോൺ ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്ന് ജനിക്കുക, ദൈവത്തിൽ നിന്ന് ജനിക്കുക, ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നു. ഇടയ്ക്ക് ഒരു സംശയം വരാം, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ ആരും പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവരാരും പാപം ചെയ്യത്തില്ലയോ എന്ന് ഒരുപക്ഷെ നമുക്ക് ചോദിച്ചേക്കാം. പക്ഷെ അവിടെ പറയുന്നത് ഹി ഹൂ ഈസ് ബോൺ ഓഫ് ഗോഡ് ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ എന്ന്. അവൻ പാപത്തിൽ തുടരുന്നില്ല. ഓർ ഹി ഡസ് നോട്ട് മേക്ക് ഇറ്റ് എ പ്രാക്ടീസ് ടു സിൻ. ആ പാപം ഒരു ശീലമാക്കുന്നില്ലെന്നാ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരും പാപം ചെയ്യും, പക്ഷേ ഒരേ പാപം പിന്നെയും പിന്നെ ഒരു ശീലമാക്കുവാൻ ദൈവം അവനെ അനുവദിക്കത്തില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ് സീഡ്? എന്താ അവന്റെ വിത്ത് എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ ഒരു വിത്തുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ലെന്ന്. അവൻ ഒരു പാപം പിന്നെയും പിന്നെ ആവർത്തിക്കാനായിട്ട് കഴിയുകയില്ല. അവന് പാപം ഒരു ശീലമാക്കാൻ കഴിയത്തില്ല, അല്ലേ? രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞേച്ച് പണ്ട് ഞാൻ കള്ളു കുടിച്ചു, വലിയ കുടിയനായിരുന്നു, ഇപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു, കുടിയെല്ലാം നിർത്തി. പക്ഷെ പിന്നെ വല്ലപ്പോഴും ഇടയ്ക്ക് ഒന്ന് കുടിക്കും. പിന്നെ അതൊരു ശീലമാക്കാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. ഒരു പക്ഷേ അബദ്ധത്തിൽ ഒരു ദിവസം ഒന്ന് വീണ് പോയേക്കാം. ഞാൻ അതൊരു കൺസെഷനായിട്ടൊന്നും പറയല്ല. നമ്മളൊരു പാപത്തിൽ വീണ് പോയേക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം ആ പാപത്തിൽ വീണ്ടും ഒരു ദൈവവൈതലാണെങ്കിൽ അവൻ എപ്പോഴും അത് ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റു പറഞ്ഞ്, കർത്താവെ ഇനിയും ആ പാപത്തിൽ വീഴാതെ എന്നെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ കൃപ യാചിക്കുന്ന ഒരു മനോഭാവം അവന് ഉണ്ടാകും. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. നമ്മളിപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തില് 2-ാം വാക്യം ദൈവമക്കളാകുമെന്ന് പറഞ്ഞു. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ പാപം ചെയ്യുവാൻ കഴിയുന്നില്ല. 1 യോഹന്നാൻ 4:7 അവിടെ പറയുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പിന്നെ പറയും 1 യോഹന്നാൻ 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു.
അപ്പോ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവന്, അതായത് ജനിപ്പിച്ചത് ആരാണ്? ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവനെല്ലാം മറ്റ് സഹോദരന്മാരെയും സ്നേഹിക്കും. ഇനി 1 യോഹന്നാൻ 5:18 അവിടെ വീണ്ടും പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ഫിസിക്കൽ ബർത്തിന്, ഭൗതിക ജനനത്തിന് നമുക്കൊരപ്പനും അമ്മയും ഉണ്ടായിരുന്നു. വി ഹാഡ് ഫിസിക്കൽ പേരൻസ്, അല്ലേ? ഒരപ്പൻ്റെ അമ്മയിൽ നിന്നും ആണ് എല്ലാ മക്കളും ജനിക്കുന്നത്. അപ്പോൾ ഭൗതിക ജനനത്തിൽ നിന്ന്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നതിന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നത് പോലെ ആത്മീകമായിട്ട് ജനിക്കണമെങ്കിലും ആത്മീകമായ ഒരു അപ്പനും അമ്മയും ഉണ്ടാകണം. അതാരാണ്? നിക്കോദിമോസിനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പൊ ഈ വെള്ളവും ആത്മാവുമാണ് സ്പിരിച്വൽ പേരൻസ് എന്ന് പറയും, ആത്മീക മാതാപിതാക്കൾ. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. വെള്ളം എന്ന് പറയുമ്പം അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ വാക്യങ്ങളൊക്കെ 1 പത്രോസ് നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനിക്കുവാൻ ഉള്ള ഫസ്റ്റ് ഏജന്റ്, പേരൻസിൽ ഒരാളെന്ന് പറയുന്ന ആരാ? ദൈവത്തിന്റെ വചനം. അത് കെടുന്ന ബീജമല്ല, കെടാത്തതാണ്. എന്ന് പറഞ്ഞാൽ അത് മുള പൊട്ടാത്തതല്ല. ഇല്ല, ചിലടത്ത് ഇപ്പൊ ടെർമിനേറ്റർ സീഡ് ഉണ്ട്, ചിലത് നട്ടാലും കിളിക്കത്തില്ല, ചില മണ്ണിൽ കിളിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, വചനം എന്ന് പറയുന്നത് വിത്താണെന്ന് കർത്താവ് തന്നെ ഉപമയിൽ പറയുന്നുണ്ട്. അപ്പോ ആ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു വാക്യം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അപ്പൊ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളത് എന്താ? ദൈവത്തിന്റെ വചനം. പക്ഷെ അത് കൈക്കൊള്ളുമ്പോ എന്തോ വേണം? അവിടെയാണ് മനുഷ്യന് പാപബോധം ഉണ്ടാകേണ്ടത്. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ടെങ്കിൽ മാത്രമേ ഈ വചനം അകത്തോട്ട് ചെല്ലത്തുള്ളൂ. ഒരു ക്ലീൻ സ്ലേറ്റിൽ ആരംഭിക്കണം. നമുക്കറിയാം, റോമാലേഖനത്തിൽ പറയുന്നുണ്ട് വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വചനം, ദൈവത്തിന്റെ വചനം കേട്ടെങ്കിൽ മാത്രമേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അത് പക്ഷേ വിശ്വാസമായിട്ട് പരിണമിക്കണമെങ്കിൽ എന്തോ വേണം? എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, അവരെല്ലാവരും വചനം കേട്ടവരെങ്കിലും അത് വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല, അവർക്കത് ഗുണം വന്നില്ല. എല്ലാവരും വചനം കേട്ടവരാ, പക്ഷേ വിശ്വാസമായിട്ട് പരിണമിച്ചില്ല. വിശ്വാസമായിട്ട് പരിണമിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഇവിടെ പറയുന്ന വാക്യം ഉണ്ടല്ലോ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ടുകളയണം. വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ വചനം ഹൃദയത്തില് ക്രിയ ചെയ്യത്തുള്ളൂ. അത് തന്നെയാണ് പത്രോസ് അപ്പോസ്തലനും പറയുന്നത്. ഇപ്പൊ നമ്മൾ വായിച്ച 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പിന്നെ 25-ാമത്തെ വാക്യം, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. 2:1 എന്താ പറയുന്നത്? 1 പത്രോസ് 2:1, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കും. അപ്പൊ വചനമകത്തേക്ക് കയറണമെങ്കിൽ അവിടെ ദുഷ്ടതയും ചതിവും അസൂയയും
പകയും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് വിശ്വാസമായിട്ട് പരിണമിക്കുന്നു. യാക്കോബും പറഞ്ഞു എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ടുകളയണം. ഇവിടെ പത്രോസും പറയുന്നു ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ പാടും. എങ്ങനെ ദുഷ്ടത വിട്ടുകളയാൻ പറ്റും? ദുഷ്ടത ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ദുഷ്ടതയാണെന്നൊരു ബോധ്യം വരണം. എനിക്ക് അസൂയ ഉണ്ടെന്ന് എനിക്കൊരു ബോധ്യം വരണം. ഞാനൊരു കള്ളത്തനം, വ്യാജഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രിറ്റൻഷനാ, ഒരു ആക്ടിങ് അല്ലേ? ഇല്ലാത്തതുണ്ടെന്ന് ഭാവിക്കുന്നതിനെയാണല്ലോ വ്യാജഭാവം എന്ന് പറയുന്നത്. അതിനെന്താ പരീക്ഷന്മാരോടൊക്കെ കപടഭക്തി. അപ്പൊ കപടഭക്തിയൊക്കെ വിട്ടുകളയണം. അത് വിട്ടുകളയണമെങ്കിൽ ഇത് കപടഭക്തിയാണ്, ഇത് അസൂയയാണ്, ഇത് ദുഷ്ടതയാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം വരണം. ആ ബോധ്യപ്പെടുത്തുന്ന ആരാ? പരിശുദ്ധാത്മാവ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരും. അപ്പോ വീണ്ടും ജനിക്കണമെങ്കിൽ, ദൈവമക്കളായി തീരണമെങ്കിൽ എന്തോ വേണം? 2 പേരൻസ് ഉണ്ട്. ആരൊക്കെയാ? ഒന്ന് ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവ്. വചനം കേട്ടിട്ട് പരിശുദ്ധാത്മാവ് ആ ബോധ്യം തന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവമക്കളായി തീരുന്നത്. ദൈവമക്കളായി തീരുമ്പോഴാണ് ആ പുതിയ ഉടമ്പടിയുടെ ഭാഗമായി തീരുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം, അവനിൽ നിങ്ങൾക്കും, എഫേസ്യ ലേഖനം 1-ന്റെ 13ഉം 14, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും, അപ്പൊ സത്യവചനം നിങ്ങൾ കേൾക്കുകയും, രക്ഷയെക്കുറിച്ചുള്ള സത്യവചനം, സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കും. അവിടെയാണ് യോഹന്നാൻ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ആ മുദ്രയുടെ ഒരു അവകാശം, ഒരു അധികാരം തന്നിട്ടുണ്ട്. അതിനെന്താ ആദ്യം സംഭവിക്കേണ്ടത്? സുവിശേഷം എന്ന സത്യവചനം കേൾക്കണം. കേട്ടിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ബോധ്യം തന്ന് ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു ഉടമ്പടിയുണ്ട്. ദൈവം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കും. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിൽ എഴുതിയ ആ പുതിയ ഉടമ്പടിയുടെ ഭാഗമാക്കി തീർക്കും. എന്നാൽ ആ ഉടമ്പടിയുടെ ഭാഗമാക്കി തീർക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ട് എന്തോ കൊടുക്കും? ഒരു മുദ്രയിടും, ഒരു സീലടിക്കും. ആ മുദ്ര പൊട്ടിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ ദൈവമക്കളായി തീരുക എന്നുള്ളത് ഒരു അധികാരമാണ്, ഒരവകാശമാണ്. ആ മുദ്ര പൊട്ടിപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ആ അവകാശം യഥാർത്ഥത്തിൽ പ്രാപിച്ചിട്ടുണ്ടോ? ദൈവമക്കളെന്ന് നാം നമ്മെ തന്നെ വിളിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് പറഞ്ഞു, പിശാചിനെയും അവന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതേ അധികാരമാണ് ഓരോ ദൈവ പൈതലിനും തരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിൽ അധികം ചെയ്യും. ആ അധികാരം പ്രാപിപ്പാൻ, ആ അധികാരം പ്രയോഗിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ഹൃദയം ശുദ്ധീകരിക്കപ്പെടാതെ ആ അധികാരം നമുക്ക്, വചനം അകത്ത് എല്ലുകയോ ക്രിയ ചെയ്യുകയോ ചെയ്യത്തില്ല. കുഞ്ഞാടിന്റെ രക്തത്തിൽ എഴുതിയ ഉടമ്പടിക്ക് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇട്ടിരിക്കുക. ആ മുദ്ര തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈവ പൈതല് പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുന്നതാരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അശുദ്ധിയുള്ള ഒരു കാര്യം, അധാർമികമായ, ഞാൻ ഒരു ചെറുപ്പക്കാരൻ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവനൊരു തെറ്റ് ചെയ്യുവാനായിട്ട് വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ആ കൊച്ചിൻ മർത്തോമ കോളേജിൽ പഠിക്കുക. എന്തോ ഒരു തെറ്റിന് വേണ്ടി, അവൻ പറഞ്ഞ എന്താ തെറ്റെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു തെറ്റിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി.
ഇറങ്ങി 2 ചുവട് വെച്ചപ്പോഴത്തേക്ക് അവനെ വീട്ടിൻ്റെ പടിക്ക് വെച്ച് തന്നെ ഒരു പാമ്പ് കടിച്ചു. അവൻ ഓടി വന്ന് പിച്ചാത്തി എടുത്ത് ആ കടിച്ച ഭാഗം ചെത്തി അങ്ങവൻ ചെത്തി കളഞ്ഞ് ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ വിഷം കയറിയിട്ടില്ല. ആ പാമ്പ് കടിച്ചില്ലായിരുന്നല്ലോ. ആ തെറ്റിൽ അകപ്പെട്ട് പോകുമായിരുന്നു. എന്താണ് തെറ്റെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാനന്ന് ഒരു 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കൊച്ചൻ വേറൊരു കോളേജിൽ നിന്നു അന്ന് ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയിൽ പറഞ്ഞ സാക്ഷ്യം. നമ്മൾ ചില തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം, ചില TV കണ്ടുകൊണ്ടിരിക്കുമ്പം, കാണരുതാത്ത കണ്ടുകൊണ്ടിരിക്കുമ്പം എന്താ കറണ്ട് അങ്ങ് പോകും. ദൈവം അത് ഒരുക്കുന്നൊരു വഴിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ വീഴാതെ സൂക്ഷിക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഒരു ഡിവൈൻ എനേബിൾമെന്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് പറയുന്നത് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന് തെറ്റ് ചെയ്യരുത്, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുതെന്ന് പറയാനേ കഴിയത്തുള്ളായിരുന്നു. ഇത് തെറ്റാണെന്ന് പറഞ്ഞു തരാനേ കഴിയത്തുള്ളായിരുന്നു. പക്ഷെ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു 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 ഇന്നർ ഏർജ്, ഒരു ആന്തരിക സാക്ഷ്യവും ആ സാഹചര്യങ്ങളിൽ നിന്നുള്ള വിടുതലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് ഒരുക്കും. പക്ഷെ നാം അതിന് വിധേയപ്പെട്ട് കൊടുത്താൽ, അതുകൊണ്ടാണ് നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് പറയുന്നത്. ഒരു പണി ആരംഭിച്ച ആരാ? മുദ്ര ഇട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് പൊട്ടിക്കാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുള്ളവരെല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കുന്നു, അവരെ എൻ്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കുവാൻ, പറിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. Nobody can snatch them away from my hand because they are in my hand. അവൻ എന്നെ തൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. അതിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുവാൻ പിശാചിനോ അവൻ്റെ സകല ബലത്തിനോ അവൻ്റെ സകല അധികാരത്തിനും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ആ അധികാരത്തോടുകൂടെയാണ്, ഈ അധികാരത്തോട് പോകാനാണ് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. Therefore you go. അതുകൊണ്ട് നിങ്ങൾ പോകാനാ പറയുന്നത്. ആ അധികാരം പ്രിയമുള്ളവരെ നാം പ്രാപിക്കണം. ദുഷ്ടന് അവനെ തൊടുവാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. 1 യോഹന്നാൻ 5:18 എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. പക്ഷെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ആ വാക്യം ഇങ്ങനെയാണ്, തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്നാണ് മലയാളത്തിൽ. എന്നിട്ട് അല്ലെ 1 യോഹന്നാൻ 5:18 ഒന്ന് വായിച്ചാട്ടോ. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ഓക്കെ, ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ, വി നോ ദാറ്റ് എനിവൺ ബോൺ ഓഫ് ഗോഡ് ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. നമുക്കറിയാം ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല. ദ വൺ ഹു വാസ് ബോൺ ഓഫ് ഗോഡ് കീപ്സ് ദം സേഫ് ആൻഡ് ദ ഈവിൾ വൺ കനോട്ട് ഹാം ദം. വേറൊരു പരിഭാഷ NLT, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ. ഞാൻ ആദ്യം വായിച്ചത് NIV ആണ്. ഇനി രണ്ടാമത് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ വി നോ ദാറ്റ് ഗോഡ്സ് ചിൽഡ്രൻ ഡു നോട്ട് മേക്ക് എ പ്രാക്ടീസ് ഓഫ് സിന്നിങ്. ദൈവത്തിൻ്റെ മക്കള് പാപം ഒരു ശീലമാക്കുന്നില്ല, അല്ലെങ്കിൽ എന്നും പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ല. ഫോർ ഗോഡ്സ് സൺ ഹോൾഡ്സ് ദം സെക്യൂർലി ആൻഡ് ദ ഈവിൾ വൺ കനോട്ട് ടച്ച് ദം. ഇപ്പൊ ഗോഡ്സ് സൺ എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പൈതല് അവനെ തന്നെ സെക്യൂറായിട്ട് സൂക്ഷിക്കുന്നെന്നും, ഞാൻ ഒരുപക്ഷെ ദൈവപുത്രൻ അവനെ സെക്യൂറായിട്ട് സൂക്ഷിക്കുന്നെന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവ മക്കളാകണമെങ്കിൽ ഒന്നാമത്തെ പടി എന്താ? ദൈവത്തിൽ നിന്ന് ജനിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയുള്ളവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. ബോൺ ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്ന് ജനിക്കുക. ഇന്നത്തെ കാലത്ത് മനുഷ്യന് ശരിക്കും അത് മനസ്സിലാക്കുവാനായിട്ട് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് ഞാൻ എണ്ണീച്ച് കർത്താവിന് എൻ്റെ ഹൃദയം കൊടുത്തെന്നൊരു സാക്ഷ്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ
മാമോദീസ മുങ്ങിയാലോ സ്നാനപ്പെട്ടാലോ ഒക്കെ ദൈവമക്കളായി ദൈവ പൈതലായി തീർന്നു എന്നൊരു ചിന്ത പലപ്പോഴും മനുഷ്യർക്ക് ഉണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, മാമോദീസ മുങ്ങിയതാണ്, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ കുർബാനയോ തിരുവത്താഴമോ തിരുമേശയോ കർത്തൃമേശയോ ഒക്കെ കൈക്കൊള്ളുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ദൈവ പൈതലാകുന്നു എന്നൊരു ചിന്ത എല്ലാവർക്കും. നല്ല പ്രിയമുള്ളവർ, യഥാർത്ഥത്തിൽ അതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ബോധ്യം തരുന്ന എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും അസൂയയും പകയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചെങ്കിൽ മാത്രമേ രക്ഷയ്ക്കായി വളരുവാനായിട്ട് കഴിയത്തുള്ളൂ. രക്ഷയ്ക്കായി വളരുക എന്ന് പറഞ്ഞാൽ വി ആർ ഗ്രോയിങ് അപ്പ് ഇൻ സാൽവേഷൻ. രക്ഷയിൽ വളരുക എന്നുള്ളത്, രക്ഷയിൽ വളരുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. സൂക്ഷിക്കുന്നവനെ പിശാച് തൊടുകയില്ല. പിശാച് നമ്മളെ തൊടുന്നുണ്ടോ? പിശാചിന് നമ്മളെ തൊടുവാൻ അധികാരമുണ്ടോ? പിശാചിനൊരു ക്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ടോ? പിശാച് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് നമ്മൾ നേരെ കൈ ചൂണ്ടിയിട്ട് പിശാച് പറയുകയാണ്, എനിക്ക് അവൻ്റെ തേണ്ട ഇന്ന ഭാഗത്ത് അവനെ തൊടാനായിട്ട് കഴിയും, കാരണം ഇന്ന പാപം അവൻ്റെ ജീവിതത്തിൽ നിൽപ്പുണ്ട് എന്ന് പറയുന്ന കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവും ഇല്ലെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഒരു വാക്യത്തിൽ കർത്താവ് പറയുന്നത്, അല്ലേ? ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഇംഗ്ലീഷിൽ ആ വാക്യം ഇങ്ങനെ, ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് കംസ് ആൻഡ് ഹി ഹാസ് നോ ഹോൾഡ് ഓൺ മീ. അവൻ എന്നെ പിടിക്കാൻ അവന്റെ കയ്യിൽ ഒന്നും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് പിടിക്കാനുള്ളത് എന്തെങ്കിലും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ പാപം ചെയ്യുന്നവരാ, പക്ഷെ പിശാചിന് പിടിക്കാൻ ഇപ്പോഴും അത്, പിശാച് ഇപ്പോഴും പിടിക്കണമെങ്കിൽ എന്തോന്നല്ലേ കയറി പിടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഏറ്റു പറഞ്ഞ പാപത്തിൽ ഒന്നും കയറി പിടിക്കാൻ പിശാചിന് കഴിയത്തില്ല. ഞാൻ ഏറ്റു പറയാത്ത, ഞാൻ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും സൂക്ഷിക്കുന്ന പകയോ പിണക്കമോ ഏതെങ്കിലും അശുദ്ധിയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിശാചിന് അതേ കയറി പിടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഹി ഈസ് കമ്മിങ്, ഹി ഹാസ് നോ ഹോൾഡ് ഓൺ മീ. പിശാച് ഓടി നടക്കുക, എവിടെ പിടിക്കാം, ആരെ പിടിക്കാം, അവന്റെ ജീവിതത്തിൽ എവിടെ പിടിക്കാമെന്ന് കണ്ട് നോക്കി നടക്കും. പ്രിയമുള്ളവരെ, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവ മക്കൾ എന്നുള്ള അധികാരം പ്രാപിച്ചുകൊണ്ട് നാം ആ അധികാരത്തോട് വേണം പോകാൻ. നമ്മൾക്ക് ആ അധികാരം നമ്മൾ പ്രാപിച്ചിട്ടും ഇല്ല, പ്രയോഗിക്കുന്നു. പ്രാപിക്കാത്ത അധികാരം പ്രയോഗിക്കാൻ കഴിയത്തില്ലല്ലോ, അല്ലേ? ഞാൻ ദൈവ പൈതൽ എന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഐ ബോസ്റ്റ് അബൌട്ട് മൈസെൽഫ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവ പൈതൽ അന്ന് വീമ്പൊക്കെ ഇളക്കുന്നുണ്ട്, പക്ഷെ അധികാരമില്ലാത്തവനായിട്ടാണ് നടക്കുന്നത്. പക്ഷെ എനിക്ക് അധികാരം തന്നിരിക്കുക, പിശാചിനെയും അവന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം. അവൻ എന്നെ പിടിക്കുവാൻ, അവൻ എന്നെ തൊടുവാൻ കഴിയത്തില്ല. Because the Son of God holds them securely. ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ പുത്രനാൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. തേജസ്സിലേക്ക് വഴി നടത്തുവാനായിട്ടാണ് കർത്താവ് വന്നത്. ആ തേജസ് നാം പ്രാപിക്കണം, ആ തേജസ് നാം കാണണം, ആ തേജസ്സിനെ നാം ദർശിക്കണം. യോഹന്നാനും പത്രോസും യാക്കോബും ഒക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ കെട്ടുകഥ പ്രമാണിച്ചോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഒന്നും അല്ല, ഞങ്ങൾ അവന്റെ തേജസ് കണ്ട് അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അവന്റെ മഹിമ കാണുവാൻ, അവന്റെ മക്കളായി തീരുവാൻ ആ ദർശനം പ്രാപിച്ചവർക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. അതിന് വീണ്ടും ജനനത്തിലൂടെ ലഭിക്കുന്ന അധികാരം, പരിശുദ്ധാത്മാവിന്റെ മുദ്രയിലൂടെ ലഭിക്കുന്ന അധികാരം. ആ അധികാരം പ്രാപിച്ചുകൊണ്ട് പിശാചിനെ തൊടുവാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ പൈതലായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാണ്.